എന്നാലും നമ്മൾ പറിച്ച് വരുമ്പോൾ കുറേ എണ്ണം ഇതിനകത്ത് മിച്ചം വരും. അപ്പോൾ ആ സാധനങ്ങളാണ് നമ്മളിപ്പോൾ വൃത്തിയാക്കി അരിഞ്ഞ് ഉണക്കാനായിട്ട് തീരുമാനിച്ചത്. ഇപ്പോൾ നമ്മൾ ഉണക്കക്കപ്പയായിട്ട് ചെയ്യാനാണ്. നമ്മൾ ഇത് അരിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഒരു കറയുണ്ട്, ആ കറ കളഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഒരു കറുത്ത കളർ പിടിക്കും, പശ പോലെ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ അത് ടേസ്റ്റും കുറവായിരിക്കും, ലാസ്റ്റ് ചെയ്യത്തുമില്ല. അപ്പോൾ അങ്ങനെ നമ്മളത് ഉണക്കാനായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഇതിന് ചിലവുണ്ടാകും. കഴിഞ്ഞ വർഷം ഞാൻ ഇതേമാതിരി മിച്ചം വന്ന കപ്പ കുറേ ഉണക്കിയിട്ട് അത് വെച്ചിരുന്നു. അപ്പോൾ ഉണക്കിയതിന് ശേഷം തന്നെ ഒരുപാട് ആൾക്കാർ അറിഞ്ഞൊക്കെ വന്ന് ഒരുപാട് കപ്പ വാങ്ങിച്ചുകൊണ്ട് പോയി. നമുക്കത് തികയാണ്ടാണ് വന്നത്. ഒരുപാട് ആവശ്യക്കാർ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു ജൂൺ മാസങ്ങളിൽ ഇത് ചിലവായി പോകും. നമുക്ക് പച്ചക്കപ്പ 1 കിലോ വിൽക്കുന്നതിൻ്റെ ഒരു 4 ഇരട്ടി 5 ഇരട്ടിയെങ്കിലും വില